ഓഹോ, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എന്നാ നിന്റെ ശനിദശ തുടങ്ങി മോളെ. അതെ, നിക്ക്. ഇപ്പൊ സമയത്രേ. കൃത്യനിഷ്ഠ, സമർപ്പണം, ആത്മാർത്ഥത, ഈ വക സ്വഭാവ ഗുണങ്ങൾ വാങ്ങുന്ന ശമ്പളത്തോട് കാണിക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം നാട്ടുകാർക്ക് സ്കാനിങ്ങിനും എക്സ്റേക്ക് കൊടുക്കാനേ കാണൂ. മൂക്കിലൊരു കണ്ണട വെച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഒരു പെണ്ണും ഇന്ദിരാഗാന്ധി ആയിട്ടില്ല. കണ്ണുരുട്ടി പിടിപ്പിക്കാതെ പോയി അറ്റൻഡൻസിൽ ഒപ്പറി. പേടിച്ചു പോയി പാവം. വെൽട്ടൻ ആദിത്യവർമ്മ. പേരാദിത്യവർമ്മ, രാജരക്തത്തിൽ ജനനം, എന്റെ കൈകൊണ്ട് മരണം. ആദിത്യവർമ്മ. യെസ്. മാഡം, ഗുഡ് മോർണിംഗ്. You are a best performing artist. Thanks. ആണോ? മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ തല്ലാറുണ്ട്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഓ മൈ ഗോഡ്. ആ രൂപ വേണ്ടല്ലേ? ടെക്നോളജിയുടെ ഒരു പോക്കേ. ആളറിയാതെ പറ്റിയതാ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങ് തരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. നിനക്കെന്താടാ വല്ല മൂൽ എങ്ങനെ മിന്നുമോളെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാ നോക്ക്. സപ്രത്തിന് വേറെന്തോ പറയാൻ വന്നാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. ഇതിനകത്ത് സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലല്ലോ. സ്കാനിംഗ് റിപ്പോർട്ടോ? ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹോൾ ബോഡി സ്കാനിംഗ് റിപ്പോർട്ട് നിർബന്ധം. അത് മാത്രം പോരാ, നീ രാജരക്തത്തിൽ പിറന്നാണോന്ന് അറിയാൻ വേണ്ടിട്ട് രക്തം, കഫം, മലം, മൂത്രം എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ഇല്ലേ മിന്നു? എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത് മിന്നുവിന്റെ പുതിയ തീരുമാനമാണ്. ഇതറിയാതെ പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. മാഡം, ആളറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. അതിനുള്ള ശിക്ഷയാണ് ഈ സ്കാനിംഗ് എങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാം. പക്ഷേ ഈ വേക്കൻസിയിൽ എന്നെ തന്നെ പരിഗണിക്കണം. ഇയാൾ അധികം സംസാരിക്കണ്ട, പോയി സ്കാനിംഗ് റിപ്പോർട്ടുമായി വാ. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആദിത്യവർമ്മ, ഒരു ടൈ കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവില്ല. ചെല്ല്. മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടെന്ന് ഞങ്ങൾ വലഞ്ഞു പോട്ടാ. എനിക്കാണ് ഈ ഹെർണിയുടെ അസുഖങ്ങളിൽ ഒരാഴ്ചയായിട്ട് മൂത്രം പോട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം, മലമൂത്രമൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നു മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ കാണും. നിങ്ങൾ ചെല്ല്. പെട്ടെന്ന് പോകാം. ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയാ. എല്ലാരും പോണമെന്നില്ല. എല്ലാവരുടെ മൂത്രവും കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. സ്കാൻ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. മഞ്ജുലേട്ടൻ പോ. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തേ. ശരി. നീ അവളുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചത് 2000 രൂപ. അവളെ പേടിച്ച് നീ സ്കാനിങ്ങിന് കൊടുത്തത് 3500 രൂപ. അവളെ ആർക്കാടാ പേടി? പിന്നെ എന്റെ അപ്പനെ ഓർത്ത് ഞാൻ ശ്രമിച്ചതാ. അവളുടെ കയ്യും കാലും പിടിച്ചെങ്കിൽ ഞാൻ ആ GM-ന്റെ കസേരയിൽ നിന്നിരിക്കട്ടെ, അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും. അപ്പൊ നീ വരയ്ക്കോ? ഇല്ല, ചെരക്കും. മിടുക്കൻ. ആദിത്യവർമ്മ, ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചോളൂ. എന്റെ കുഞ്ഞു തലക്ക് ഇത്ര വലിയ റിപ്പോർട്ട്? 7 ഗുളികനാ, സൂക്ഷിച്ചോ. ഉള്ള ഗുളിക കഴിക്കാൻ നോക്കും. അല്ല, ഞാൻ കൂടെ വരാം. ഇതെന്താ ബീവറേജിന്റെ ക്യൂ? ദേ, ഒരു ചെറിയ നീണ്ട ക്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. കൂടെ നിൽക്കണം. ജ്യോതിഷം പോലെ കുളമാക്കരുതേ. വാ. എന്തൊരു വിധി! കപട രോഗിയെ ഒറിജിനൽ രോഗി തള്ളുന്നു. അയ്യോ, അയ്യോ. അതെ അതെ. ഇതെന്തോന്നു? മരുന്ന് കുടിക്കാൻ പോണോ? ചോര. അയ്യോ, എല്ലാവരും ഒന്ന് വഴിമാറണേ. ഒരു രോഗിയാണേ, അപകടത്തിൽ തല ചെതറിയതാണ്. ഒന്ന് വഴി മാറണേ. എവിടെ നോക്കിയാണ് വണ്ടി? അതെ, ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു. എടാ നീ എന്റെ ചേച്ചി, അപകടത്തില് തലച്ചോറ് നെയ്ച്ചോറായി മരിക്കാറായ ഒരു രോഗിയാണ്. ഒന്ന് പെട്ടെന്ന് മാറും. ഒന്ന് നമ്മുടെ ആന്റണിയുടെ മകൻ ആദിത്യനല്ലേ? എന്റെ കർത്താവേ, ഈ ചെറുക്കന് എന്തോ പറ്റി? അയ്യോ,
ബാലൻസ് താൻ തന്നെ വെച്ചോ. മിന്നു മേഡത്തിന് ദേ പോകുന്നു. അയ്യോ മേഡം, അയ്യോ അതെ, സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടി, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എത്ര വർഷം വേണമെങ്കിലും ജോലി ചെയ്തോളാൻ പറഞ്ഞു. തലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് എന്റെ തലകൾ. ഇപ്പൊ ഇയാൾക്ക് ആശ്വാസമായല്ലോ. ഇനി സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. അയ്യോ മേഡം, അങ്ങനെ പറയരുത്. ഇയാളുടെ തല സ്കാൻ ചെയ്യാന്നുള്ളത് എന്റെ ഒരു കുഞ്ഞു പ്രതികാരായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് താൻ തന്നെ സാധിച്ചു കരുതിയില്ല. ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഹൈവേയിൽ വെച്ച് അയ്യോ പോലെ അങ്ങനെ പറഞ്ഞ ഈ 2 വീലറിന് തല വെച്ച് ഞാൻ മരിക്കും. എനിക്ക് ഒരു തവണത്തേക്ക് മാപ്പ് തന്നൂടെ? സോറി ആദിത്യവർമ്മ, ചോദിക്കുമ്പോ എടുത്തു തരാൻ മാത്രം എന്റെ മാപ്പ് സ്റ്റോക്കില്ലല്ലോ. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ചുമക്കുന്ന തലയിലേത്. ഇനി ഈ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാൻ എന്റെ വക ഇതിരിക്കട്ടെ. ഹെൽമെറ്റ് ഇട്ടിട്ട് കാര്യമില്ല മേഡം, ജോലി. ചപ്പിപ്പോയി. എന്താ ഭാഗ്യം നമ്മുടെ മോളിങ്ങനെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ എല്ലാരോടും ഇങ്ങനെ പെരുമാറുന്നത്. ആ, എല്ലാം കാണാനും കേൾക്കാനും എന്നെ തനിച്ചാക്കിയിട്ട് നീ പോയില്ലേ? ആന്റണിക്ക് ഞാൻ കൊടുത്ത വാക്കാ. സാരയില്ല. അയാളോട് ഇത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. നാളെ തന്നെ മിന്നു ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആക്കാം അയാളെ. പക്ഷെ ഒരു കാര്യം, ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാ ആ നിമിഷം ഞാൻ അയാളെ പറഞ്ഞുവിടും. അന്ന് എന്റെ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രോമിസ്. പോരെ? മതി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ടേക്ക് യുവർ സീറ്റ്. ഇപ്പൊ സന്തോഷായില്ലേ? എങ്കിൽ ചെലവ് എന്നാൽ ലഡുലാവാം. എന്റെ ഒരു സന്തോഷത്തിനാ. നിങ്ങളുടെ സന്തോഷത്തിനോ? നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നേ? നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവറാണ്. നിങ്ങൾ ആ ജോലി ചെയ്താൽ മതി. ഞാനാ പറഞ്ഞ സ്റ്റാഫിന് എല്ലാവർക്കും ലഡു കൊടുക്കാൻ. ഓ, താങ്ക് യു. വേണ്ട വേണ്ട. അളിയാ, ഒരെണ്ണം എടുക്കളിയാ. ആന്റണി ചേട്ടന് കഴിക്കേ. അളിയൻ എപ്പോഴും ചൂടായി. മോളെ ലഡു. അമ്മാവാ, ലഡു എന്റെ പട്ടി തിന്നും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തിന്നാം. അവനോടുള്ള വെറുപ്പ് എന്തിനാ പാവം ലഡുവിനോട് തീർക്കുന്നത്? നില്ലേ പട്ടി എന്നെ. നോ, എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലാറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. മിന്നു പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പരിക്ക് പറ്റിയ തൊഴിലാളിക്ക് പകുതി പണം മിന്നു ഗ്രൂപ്പ് കൊടുക്കും, ബാക്കി കോൺട്രാക്ട് കൊടുത്തിരിക്കണം. അത് തന്നെയല്ല, എത്രയും പെട്ടെന്ന് തൊഴിലാളി സമരം അവസാനിപ്പിച്ച് പണി തുടങ്ങിയിരിക്കണം. മനസ്സിലായടാ? ഓ, എന്തോന്ന് കോ വന്നല്ലോ. അമ്മവാ, എന്നെ മാനേജർ ആക്കണ്ട, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടെങ്കിലും. യവൻ എന്താ മനസ്സിലാക്കിയത്? എടാ, ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുത്തുമായവരും അറിയാത്തവൻ എന്നല്ല അർത്ഥം. അനാവശ്യം പറയരുത്. എനിക്ക് വായിക്കാനേ അറിയാതുള്ളൂ, എഴുതാൻ അസലായിട്ട് അറിയാം. 7ാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവാ, എനിക്ക് ഒരു അവസരം എന്താ? എന്തിന്? അമ്മാവന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളി പ്രശ്നം ഈ മഞ്ചുളം പരിഹരിക്കും. എന്നിട്ട് എനിക്കൊരു അവസരം തന്നാ മതി. എന്നെ വിജയശ്രീ ലാളിതനായി തിരിച്ചു വരാൻ വേണ്ടിട്ട് അമ്മാവൻ പ്രാർത്ഥിക്കണം. കാലേന്ന് വിടറാ. ഞാൻ വിടൂല. എന്നെ വിടാൻ തീരുമാനിക്കുക. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. മിന്നു ഗ്രൂപ്പ് തീരുമാനിക്കുക. മിന്നു ഗ്രൂപ്പ് തീരുമാനിക്കുക. മക്കളെ, മുതലാളിമാര് വന്നിട്ട് ഇവരെ വിട്ടാ മതി. സൂചന മാത്രം, സൂചന മാത്രം. ഇന്നീ സമരം സൂചന മാത്രം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ശാരദ, നീ ചുമ്മാ ബഹളം വെക്കാതിരിക്കേ. അവരവനെ ഒന്നും ചെയ്യില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ഏട്ടാ, പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. മഞ്ജുകുമാറിന്റെ ലക്ഷറി തോൽവിയല്ലേ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ പിന്നെ ലാത്തിച്ചാർജായി, കേസായി. അത് പിന്നെ വലിയ വാർത്തയാവും. ഈ പ്രശ്നം രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്താ പിന്നെ പെട്ടെന്നൊരു പ്രശ്നപരിഹാരം ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെന്നാ ആദ്യം പറയുന്നേ? സർ, ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. അപ്പോ എനിക്ക് നമ്മുടെ വർക്ക് സൈറ്റുകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എനിക്ക് തോന്നണത് സ്റ്റേഷനിലേക്ക് നേരിട്ട് വിളിച്ച് പറയണതാ നല്ലതെന്നാ. എന്താ? നമ്മൾ ഒരേ നാട്ടുകാരൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോ തന്നെ GM ആണ്. ഒരു GM-ന്റെ മുഖത്ത് നോക്കി ഒരു ഡ്രൈവർ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ അതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ മിസ്റ്റർ?
ബൈ ദ വേ സാർ അനുവദിച്ചാൽ ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. എന്താ മോളുടെ അഭിപ്രായം? നമ്മുടെ പുതിയ GM അല്ലേ, പോയിട്ട് വരട്ടെ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ചേച്ചിന് കരയാണ്ടിരിക്കേ, മഞ്ജുളിനെ ഞാൻ കൊണ്ടുവരും. ഡ്രൈവർ വണ്ടി എടു. വേണ്ട, ഞാൻ വരാം. ഓ അടുത്ത പ്രാവശ്യമെങ്കിലും സമരത്തിന് വരുമ്പോ പുകയില്ലാത്ത അടുപ്പ് കൊണ്ടുവരാൻ പറയണേ. പിള്ളേരെ ഓടി കളിക്കാതെ ഇവിടെ എങ്ങനെ വന്നിരിക്കേ. ബെസ്റ്റ് പണി. ഇത് വെന്തില്ല പിള്ളേരെ, ഇത് വേവുള്ള അരിയാണ്. ഒരാളുണ്ട്, എന്തൊക്കെ ചെയ്യണം. ഇങ്ങോട്ട് വാ മക്കളെ. ഇനി സ്വന്തം മക്കള് തന്നെയാണോ? മോൻ മാമനെങ്ങനെ ഇടാ പോടാന്ന് വിളിക്കരുത്, ചിലപ്പോ ഞാൻ മാനേജരാവും. അപ്പോഴോ അനുസരണ വേണ്ടേ? കൊച്ചുകുട്ടിയല്ലേ നീ? നീ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലടാ. പിള്ളേര് തുടങ്ങിയല്ലോ. മോനെ അനുസരണ വേണ്ടേ? വെറുതെ നിക്കണം. കഞ്ഞി റെഡി. നമ്മളാ കഞ്ഞില് പാറ്റിടണോ മാഡം? നിങ്ങൾ ആ തൊഴിലാളികളോട് സംസാരിക്കും. അത് പറഞ്ഞത് കേട്ടില്ല. കഞ്ഞി കുടിക്കാൻ എന്തു പറ്റി? ഒന്നുമില്ല. അതെ, ഞാൻ അവരോട് സംസാരിച്ച ശരിയാവില്ല. എങ്കിൽ കോൺട്രാക്ടറോട് സംസാരിക്കാം. വണ്ടി എടുക്ക്. അല്ല, പണി കിട്ടും. സമരക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ കുഞ്ഞിനെ കൂടെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി വിളമ്പുന്നതായിരിക്കും. അടങ്ങി നില്ല മോനെ. ഇറങ്ങണം മാനേജർ. അതാണ് പരുക്ക് പറ്റിയ ആൾക്ക് 5 പൈസ കൊടുക്കില്ലെന്ന് പറയുന്ന കോൺട്രാക്ടർ. അതെ, ഞാൻ സംസാരിച്ച പ്രശ്നമാവും. എന്ത് പ്രശ്നം? സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതെ, ഞാൻ സത്യം പറയാം. പോയോ? സോറി മാഡം, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇതൊന്നും എന്നോട് പറയണ്ട. താഴെ ഞങ്ങളുടെ GM ഉണ്ട്, അയാളോട് സംസാരിച്ചോളൂ. ആരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം, പക്ഷെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. അപ്പം പറഞ്ഞതങ്ങനെ കേട്ടാ മതി. കിടന്ന് അതെ, ഇവ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു. അപ്പോ അന്ന് പണിയിലെ കൃത്രിമം കണ്ടുപിടിക്കാൻ വേഷം മാറി വന്നതായിരുന്നു അല്ലേ സാർ? അന്ന് എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഒരു ജനറൽ മാനേജർ ഒരിക്കലും ഒരു സാധാ ലേബർ വേഷത്തിൽ വരുമെന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒരു കോൺട്രാക്ടറും പ്രതീക്ഷിക്കില്ല. അതാണ് ആന്റണി സാർ, സിമെന്റിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെന്തിലാണ് താൻ കുറവ് വരുത്തിയിട്ടുള്ളത്? അത് മണലിന്റെ ഡിമാൻഡ് കാരണം ചെറിയൊരളവിൽ പൊടിമണ്ണ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. സാർ, അത് മേഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യരുത്. മേഡത്തിന്റെ സ്വഭാവം സാറിന് അറിയാലോ. അതിലും മോശമാണ് എന്റെ സ്വഭാവം. സാറിനറിയാലോ തൊഴിലാളിക്ക് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന്. അറിയാം, എല്ലാം എനിക്കറിയാം. തന്റെ ഓരോ നീക്കങ്ങളും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ച് താൻ ഈ ഫ്ലാറ്റിന്റെ പണി തീർത്തേനെ. പക്ഷെ അങ്ങനെ തീർത്തിരുന്നെങ്കിൽ ഇവിടെ താമസിക്കേണ്ടിയിരുന്നവരുടെ പണിയും താൻ തീർത്തേനെ. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കെന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടി വന്നു. സാർ, ഒന്നും മിന്നുമേട് അറിയരുത്. തൊഴിലാളിക്കുള്ള നഷ്ടപരിഹാരം മുഴുവനും ഞാൻ കൊടുത്തോളാം. സമരം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. അതെ സാർ. കൈ പിൻവലിക്കൂ. ഇത് താനെന്ന് എന്നെ തെറി വിളിച്ചതിനും പിടിച്ച് തല്ലിയതിനും, ഇത് സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ചതിനും. ഇതെന്തിനാണ് സാർ? ഇത് താൻ ഇനി കൃത്രിമം കാണിക്കാതെ ഇനി ഉണ്ടോ സാർ? തൽക്കാലത്തേക്കില്ല. ഇനി ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് 5ന്റെ ചില്ലിക്കാശ് തനിക്ക് കിട്ടില്ല. മനസ്സിലായോ? വേണ്ട സാർ, എല്ലാം ഞാൻ ഏറ്റു. സാർ വണ്ടിയിലേക്ക് കയറിയാട്ടെ. ഓക്കെ, മാഡത്തിന് ഡോർ തുറന്നു കൊടുക്കൂ. സാർ കണ്ണട. സോറി, കയറിക്കോളൂ മാഡം. ഉപ്പ് എല്ലാവരും ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവരെ ഉപ്പെടുത്തിടണേ. അയ്യോ, ഇത് നമ്മുടെ വീട്ടിലെ വണ്ടിയാണല്ലോ. ഡ്രൈവർ വണ്ടി എടുത്തു. ഒരു കാര്യം പറഞ്ഞോട്ട് ഞാനിവിടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നിർത്താൻ